നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ ക്ലേശകരമായിട്ട് ഏറ്റെടുക്കുന്ന പലവിധത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും യാത്രാക്ലേശം വർദ്ധിച്ചും ചർച്ചകൾ കൂടുതൽ നയിച്ചും പരസഹായം തേടിയും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ ഏറെക്കുറെ രണ്ടാമത്തെ പകുതിയിൽ ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ചെലവ് അനുഭവപ്പെടും. പല ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി വേണ്ടിവരും. അവധി ദിനത്തിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് കുടുംബാംഗങ്ങളിൽ നിന്നും സ്വല്പം അനിഷ്ടമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. പലപ്പോഴും മേലധികാരിക്കോ സഹപ്രവർത്തകർക്കോ അസുഖങ്ങളെ കൊണ്ടായിരിക്കും പലപ്പോഴും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരുക. സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങുവാനുള്ള സാഹചര്യം അന്തിമ നിമിഷത്തിൽ ഒഴിഞ്ഞു പോകുന്നത് വഴി സമാധാനം, സ്വസ്ഥത എന്നിവ ഉണ്ടായിത്തീരും. ഏറ്റെടുത്ത ദൗത്യത്തിന് പൂർണ്ണതയിലെത്തിക്കാൻ ഒരു വിധത്തിലും പല വിധത്തിലും തന്നെ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാൻ യോഗം കാണുന്നു. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ സാധിക്കാത്തത് വഴി മനസ്സമാധാനം കുറയും. വേണ്ടപ്പെട്ടവർ വിരോധികളായി തീരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. നഷ്ടപ്പെട്ട ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനുള്ള യോഗമുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് രണ്ടാമത്തെ മൂന്നാമത്തെ വിഭാഗത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസം, സമാധാനം എന്നിവ ഉണ്ടായിത്തീരും. ഒരുപക്ഷെ ഈ ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരം ഉണ്ടായിത്തീരുമെങ്കിലും ദൂരദേശവാസം വേണ്ടി വരുവാൻ, അതായത് ഗൃഹത്തിൽ നിന്നും മാറി താമസിച്ചുകൊണ്ട് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനാണ് യോഗമുള്ളത്. എന്നിരുന്നാലും മനസ്സിന് കുറച്ച് സമാധാനക്കേട് ഉണ്ടാകുമെങ്കിലും ആയത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വരവും ചെലവും തുല്യമായിരിക്കുവാൻ യോഗം കാണുന്നുണ്ട്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുന്നത് വഴി അനുബന്ധമായിട്ടുള്ള പ്രവർത്തന മേഖലകൾക്ക് പണം മുതൽ മുടക്കുവാനുള്ള സാഹചര്യം വളരെ കുറവായിരിക്കും. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുവാനുള്ള അവസരം ഏറെക്കുറെ മനസ്സിന് സമാധാനത്തെ സൂചിപ്പിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വാസ്തവ വിരുദ്ധമായിട്ടുള്ള പലവിധത്തിലുള്ള തോന്നലുകളും വന്നു ചേരുമെങ്കിലും മനസ്സിന് മാനസികമായിട്ടുള്ള വിഭ്രാന്തി വന്നു ചേരുമെങ്കിലും വളരെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും വളരെ സമാധാനത്തോടു കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ വന്നു ചേരുവാൻ യോഗമുള്ളത്. നമസ്കാരം.